ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കനത്ത മഴ കാരണം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞു. രാവിലെ 10 മണി വരെ 28,230 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. മണിക്കൂറിൽ 2000-നും 2500-നും ഇടയിൽ തീർത്ഥാടകർ മാത്രമേ ഇപ്പോൾ സന്നിധാനത്തേക്ക് വരുന്നുള്ളൂ. സന്നിധാനത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുമുണ്ട്. ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ സമയക്രമം കൃത്യമായി തന്നെ പാലിക്കണമെന്ന് ADGP S. ശ്രീജിത്ത്. സമയക്രമം പാലിക്കാത്തത് പോലീസിനും മറ്റ് തീർത്ഥാടകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത സമയത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്നും ADGP പറഞ്ഞു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അതായത് അവർ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കുകയും ഏതെങ്കിലും ഒരു ദിവസം വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി, നിലയ്ക്കലോ എരുമേലിയിലോ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്പോട്ട് ബുക്കിംഗ് നടത്താൻ വേണ്ടി വരുന്ന ആൾക്കാർ നമ്മൾ ഹൈക്കോടതി 10,000 പേരുടെ സ്പോട്ട് ബുക്കിംഗ് ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്പോട്ട് ബുക്കിംഗുകാർ അവർ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടുത്തെ തിരക്കൊഴിയുന്നത് വരെ 10,000 ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന ലിമിറ്റ്. അപ്പോൾ ആ 10,000-ൽ കൂടുതൽ വന്നാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്ത് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. ശബരിമലയിൽ വരും ദിവസത്തെ തിരക്ക് മുന്നിൽ കണ്ട് അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത സമയം പാലിക്കാൻ തീർത്ഥാടകർ ശ്രദ്ധിക്കണമെന്നും പ്രശാന്ത് പറഞ്ഞു. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ ആലോചിക്കും. നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിചാരിക്കും, നമ്മൾ ക്രമീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആലോചിക്കും. നിർബന്ധമായും സമയക്രമം പാലിക്കണം. ഇവിടേക്ക് എത്തുന്ന ഭക്തർ ഒന്നുകിൽ നേരത്തെ വരുന്നു, ഇല്ലെങ്കിൽ താമസിച്ച് വരുന്നു. കൃത്യമായ സമയക്രമം അത് പാലിച്ച് ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ വരണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത്. എങ്കിൽ മാത്രമേ സുഗമമായ ദർശനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഭക്തജനങ്ങൾ കൃത്യമായി അവർക്ക് നൽകിയിട്ടുള്ള ടൈം സ്ലോട്ട്, ആ ടൈം സ്ലോട്ട് അനുസരിച്ച് വരാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ പോലീസിന് അവരുടെ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ ഒരു ദിവസം നേരത്തെ വരിക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വരിക, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.